ഇളയരാജയുടെ ആറ്റിറ്റ്യൂഡിനെ പറ്റി ഞാൻ മുൻപൊരിക്കലൊരു വീഡിയോ ചെയ്തിരുന്നു. ഇളയരാജയുടെ കടുത്ത ആരാധകരായവർക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ ഇത്തിരി പ്രയാസമായിരുന്നു. താൻ വലിയ ആളാണെന്ന് കരുതി അഹങ്കാരത്തിൻ്റെ അങ്ങേ ഉച്ചത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചെയ്ത ചില പ്രവൃത്തികളെക്കുറിച്ചാണ് ഞാൻ ആ വീഡിയോയിൽ പരാമർശിച്ചത്. സംഗീത നിശയിൽ വെച്ച് ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ അപമാനിച്ചതും எப்படி பாடிட்டு இருக்கப்ப நீங்க வந்து எடுத்து பண்ணிட்டு பாட்டை கேட்க விடாம ரசிகர்கள் எல்லாம் எவ்வளவு தூரத்தில் 2 மணில நான் உட்காந்துருக்காங்க தெரியுமா? எனக்கு எவ்வளவு வருத்தமா இருக்கு. നടി രോഹിണിയെ അപമാനിച്ചതും. சங்கர் சார், இப்போ வந்து நீங்களும் ராஜா சாரும் இந்த மேடையில் இருக்கீங்க. ஆக்சுவலி உங்களுடைய 2 பேருடைய காம்பினேஷன் பார்க்கணும்னு நிறைய பேருக்கு ஆவல இருந்திருக்கும். அந்த காம்பினேஷன் சான்ஸ் கிடையாது. இல்ல ஐ டோன்ட் லைக் திஸ். இப்போ அந்த பெட் எடுக்கணும். அவருக்கு கம்ஃபர்ட்டபிளா இருக்கக்கூடிய ஆட்களை வச்சுட்டு வேலை பார்த்துட்டு இருக்காரு. அவர் போய் ஏன் டிஸ்டர்ப் பண்றாரு? அப்படி இல்லை, ரொம்ப சந்தோஷம் நீங்க இங்க வந்தது. நீங்க AR റഹ്മാനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഉണ്ടായ പ്രതികരണം. I told him so many things about you, and I'm so fortunate to meet you, and I want to be one of your students. He was his student. Why do you expect I have to give some comment about anybody? Why do you expect? Oh, wow. Why do you ask me? You have the respect. You have an idea about him. Yes. You have it. Yes. But you should not expect that I must have that same expression. സംഗീത സംവിധായകൻ ഗോവിന്ദ് വസന്തിയെക്കുറിച്ച് വളരെ മോശമായി സംസാരിച്ചതെല്ലാം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. சமீப காலத்தில் 96 கூட ஒரு படம் வந்தது. அதுலேயே பெரும்பாலும் இதை பற்றி தான் ஒரு உங்களுடைய பாடல்களை அந்த ஹீரோயின் பாடிக்கிட்டு அந்த மாதிரி ஒரு விஷயம் வந்தது. இது வந்து தன்னுடைய வீக்னஸ், அதாவது வந்து ஒரு ஆண்மை இல்லாத தனமெல்லாம் மியூசிக் டைரக்டர் கொடுத்துருக்கு. 80 வருஷம் 1980 பாடின பாட்டுனா 80க்கு ஈக்குவலான பாட்டை நீ போடு. ஏன் போட முடியல? இசையை விட்டு பிரிக்க முடியாது. அதனால வந்து நீ அந்த பாடலை செலக்ட் பண்ணி அங்கே கொண்டு போட்டு அது உன்னுடைய ஆண்மை இல்லாததனம். ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ യഥാർത്ഥ വീഡിയോ രംഗമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഞാൻ മുൻപ് ചെയ്ത വീഡിയോയുടെ ആധികാരികതയെ ചോദ്യം ചെയ്തുകൊണ്ട് പലരും കമൻറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ആ വീഡിയോ രംഗങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഇപ്പോഴിതാ തൻ്റെ പാട്ടുകൊണ്ട് പേരെടുത്ത് പെരിയ രാജ ആയെങ്കിലും വിവാദങ്ങളുടെ കൂടെ രാജയാവുകയാണ് അടുത്ത കാലത്തായി ഇസൈஞானி ഇളയരാജ. പകർപ്പവകാശത്തെ ചൊല്ലിയുള്ള പല തർക്കങ്ങളിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത അദ്ദേഹം 200 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ച മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിനെതിരെയാണ് ഏറ്റവും ഒടുവിലായി അംഗത്തിനിറങ്ങിയിരിക്കുന്നത്. ഗുണ എന്ന കമലഹാസൻ ചിത്രത്തിനു വേണ്ടി ഇളയരാജ ചിട്ടപ്പെടുത്തിയ കൺമണി അൻപോട് കാതലൻ എന്ന ഗാനം മഞ്ഞുമൽ ബോയ്സിൻ്റെ ആത്മാവിൻ താളമായി മുഴങ്ങുന്നുണ്ട്. തൻ്റെ അനുമതി കൂടാതെയാണ് ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾ ആ പാട്ട് ഉപയോഗിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി ഇളയരാജ വക്കീൽ നോട്ടീസ് അയച്ചതോടെ ഇതേ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും പുകഞ്ഞു തുടങ്ങി. എന്നാൽ മഞ്ഞുമൽ ബോയ്സിൻ്റെ അണിയറ പ്രവർത്തകർ വിഷയത്തോട് പ്രതികരിക്കാനില്ലെന്ന് അറിയിച്ചു. പാട്ടിൻ്റെ മേലുള്ള അവകാശം സംബന്ധിച്ച് ഇളയരാജ തർക്കങ്ങളും വിവാദങ്ങളും തുടങ്ങിവെച്ചത് 2017 ഗാനമേള വേദികളിൽ പാടാനെത്തുന്ന ഗായകരോടായിരുന്നു ആദ്യശാസനം. താൻ ഈണം പകർന്ന പാട്ടുകൾ വേദികളിൽ പാടണമെങ്കിൽ ഗാനമേളക്കാർ തനിക്ക് പണം നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ആദ്യഘട്ടത്തിൽ മുഖാമുഖം വന്നത് ഇതിഹാസ ഗായകൻ SP ബാലസുബ്രഹ്മണ്യവും ഇളയരാജയും. അനുമതിയില്ലാതെ തൻ്റെ പാട്ട് പാടുകയാണെങ്കിൽ പകർപ്പവകാശ ലംഘനത്തിന് നിയമ നടപടി സ്വീകരിക്കണമെന്നായിരുന്നു ഇളയരാജയുടെ പക്ഷം. പാട്ടുജീവിതത്തിൻ്റെ അരനൂറ്റാണ്ട് ആഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ ലോക പര്യടനത്തിനിടയ്ക്കാണ് SPBക്ക് ഇളയരാജയിൽ നിന്നും അപ്രതീക്ഷിതമായ നീക്കം നേരിടേണ്ടി വന്നത്. തുടർന്ന് രാജയുടെ പാട്ടുകൾ പാടാതെ SPB പര്യടനം പൂർത്തിയാക്കി. എന്നാൽ വിട്ടുകൊടുക്കാൻ SPB തയ്യാറായിരുന്നില്ല. താൻ മറ്റു സംഗീത സംവിധായകരുടെ പാട്ടുകളും പാടിയിട്ടുള്ളതിനാൽ അതുമായി മുന്നോട്ട് പോയിക്കൊള്ളാമെന്ന് അദ്ദേഹം തുറന്നടിച്ചു. അതോടെ ഇളയരാജയ്ക്ക് ഹേറ്റേഴ്സ് ഉണ്ടായി തുടങ്ങി. രാജ പാട്ടിനെ കച്ചവടച്ചരക്കാക്കുകയാണെന്ന് പലരും വാദിച്ചു. വിഷയം അവിടം കൊണ്ട് തീർന്നില്ല. ഇളയരാജയുടെ പാട്ടുകളിൽ താനും ഒട്ടേറെ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും ഇനിയും ആ ഗാനങ്ങൾ വേദികളിൽ പാടുമെന്നും 2018 SPB പൊതുവേദിയിൽ പ്രഖ്യാപിച്ചു. പാട്ടിന് പുറത്ത് വലിയ സൗഹൃദവും കാത്തുസൂക്ഷിച്ച ഇളയരാജ SPB ബന്ധം പതിയെ ഉലഞ്ഞു തുടങ്ങി. ഒരുമിച്ച് ചേർന്ന പാട്ടിലെ ഈണവും താളവും ഇരുവരുടെയും ബന്ധത്തിൽ നിന്ന് മുറിഞ്ഞുപോയി. എന്നാൽ ഇളയരാജയുടെ 76ാം ജന്മദിനത്തിൽ ആ അപസ്വരമില്ലാതെയായി. റിഹേഴ്സലിനായി സ്റ്റുഡിയോയിലെത്തിയപ്പോൾ ഒരു ആലിംഗനത്തോടെ ഇരുവരും ഇണക്കത്തിൻ്റെ ഇമ്പം തിരിച്ചുപിടിച്ചു. കോവിഡ് ബാധിച്ച് അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞ SPBയോട് ഇളയരാജ കണ്ണീരൊഴുക്കി പറഞ്ഞു, ബാലു ശീഘ്രമെഴുതുവാ, നിന്നെ കാണാൻ കാത്തിരിക്കുന്നു. എന്നാൽ അതൊന്നും കേൾക്കാതെ യാത്ര പോലും പറയാതെ SPB യാത്രയായി.
എന്നാൽ ഇളയരാജ വീണ്ടും തൻ്റെ സ്വഭാവം പുറത്തെടുത്തു. താൻ എല്ലാവരേക്കാളും മുകളിലാണെന്ന വിചിത്രവാദമുയർത്തിയ ഇളയരാജയ്ക്ക് മദ്രാസ് ഹൈക്കോടതി മറുപടി നൽകിയത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. സ്വകാര്യ കമ്പനി വാങ്ങിയ പാട്ടുകളുടെ പകർപ്പവകാശത്തെക്കുറിച്ചുള്ള ഹർജിയിലാണ് രാജയുടെ വാദം. സംഗീത ത്രിമൂർത്തികളായ മുത്തുസ്വാമി ദീക്ഷിതർ, ത്യാഗരാജർ, ശ്യാമശാസ്ത്രി എന്നിവർക്ക് എല്ലാവരിലും മുകളിലാണെന്ന് അവകാശപ്പെടാം. എന്നാൽ ഇളയരാജ അത്തരത്തിൽ അവകാശപ്പെടുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് മദ്രാസ് ഹൈക്കോടതി മറുപടി നൽകി. ഇളയരാജ ഈണം നൽകിയ പാട്ടുകളിന്മേലുള്ള അവകാശം അദ്ദേഹത്തിന് മാത്രമുള്ളതല്ലെന്നും കോടതി പറഞ്ഞു. വരികളില്ലാതെ പാട്ടുകളുണ്ടാകില്ലെന്നും അതിനാൽ ഗാനരചയിതാവ് അടക്കമുള്ളവർക്ക് പാട്ടിൽ അവകാശം ഉന്നയിക്കാമെന്ന് കോടതി അറിയിച്ചു. ഇളയരാജ ചിട്ടപ്പെടുത്തിയ 4500 പാട്ടുകൾ വിവിധ സിനിമാ നിർമ്മാതാക്കളിൽ നിന്ന് സ്വകാര്യ കമ്പനി വാങ്ങിയിരുന്നു. ഇതിനെതിരായ ഹർജിയിൽ പാട്ടുകളുടെ പകർപ്പവകാശം ഇളയരാജയ്ക്കാണെന്ന് 2019 ഹൈക്കോടതി വിധിച്ചു. ഇതിനെ എതിർത്താണ് കമ്പനി അപ്പീൽ സമർപ്പിച്ചത്. സിനിമയിലെ പാട്ടുകൾക്ക് സംഗീതം നൽകാൻ സംഗീത സംവിധായകനെ നിർമ്മാതാവ് നിയോഗിക്കുന്നതോടെ പാട്ടുകളുടെ അവകാശം നിർമ്മാതാവിന് ലഭിക്കുമെന്ന് റെക്കോർഡിംഗ് കമ്പനിയുടെ അഭിഭാഷകൻ വാദിച്ചു. അങ്ങനെ തൻ്റെ 83-ാം വയസ്സിലും പണത്തിനും പേരിനും പ്രശസ്തിക്കും വേണ്ടി കഠിനമായി അധ്വാനിക്കുകയാണ് ഇളയരാജ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ.